ഇന്ന് നമുക്ക് ഹക്ക നൂഡിൽസ് ഒന്ന് കെറ്റിൽ ഉണ്ടാക്കിയാലോ? വെറൈറ്റി ആയില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴെ പോയിട്ട് ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കെറ്റിൽ ഉണ്ടാക്കി വരുമ്പോഴേക്കും നല്ല സമയം എടുക്കുന്നുള്ളതുകൊണ്ട് താഴെ പോയി നോക്കി. പക്ഷെ അവിടെ ആകെ ഒരു ഗ്യാസ് സ്റ്റൗവേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാട് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും നേരം എനിക്ക് വെയിറ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ കെറ്റിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നൂഡിൽസ് വേവാൻ വേണ്ടി വെച്ചു. ആ നൂഡിൽസ് വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വരും കുറച്ച് കഴിയുമ്പോൾ. ഉപ്പിടാൻ മറക്കരുത്. പിന്നെ ഞാനിവിടെ എൻ്റെ കയ്യിൽ മാജിക് മസാലയും കൊറിയൻ കിംചി മസാലയൊക്കെ ഉള്ളതുകൊണ്ട് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഹക്ക നൂഡിൽസ് മസാല മാത്രം ഇട്ടാൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 2 മുട്ടയും കൂടി പൊട്ടിച്ചു വെച്ചു. അത് ഒഴിച്ചപ്പോൾ അടി പിടിക്കാൻ തുടങ്ങിയില്ലേ, പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വന്നു. അങ്ങനെ ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി അതിൻ്റെ മേലിട്ടിട്ട് പണി ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഈ കെറ്റിൽ നൂഡിൽസ് ഇട്ട് മിക്സ് ചെയ്യാൻ മാത്രമുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം. സംഭവം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ വരെ എനിക്ക് നല്ല വിശപ്പായിരുന്നു. എല്ലാം ആക്കി വന്ന് കഴിക്കാൻ റെഡി ആയപ്പോഴേക്കും വിശപ്പൊക്കെ ഇങ്ങോട്ടോ പോയി. എന്തായാലും സാരില്ല, നമുക്ക് കഴിച്ചില്ലേ പറ്റുള്ളൂ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം കൊള്ളായിരുന്നു. കെറ്റിലുണ്ടാക്കിയല്ലോ, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഏകദേശം ഒരു 2 കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇനി ഇതെങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് തീർക്കണം. അപ്പം ശരി, ബൈ.